ഡൗൺ ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. മെക്സിക്കൻ കടലിടുക്കിൽ ആയിട്ടുള്ള ഉൾക്കടലിലായിട്ടുള്ള സ്ഥലം കാണിക്കുന്നുണ്ട്. ഒപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അങ്ങനെ 2 സ്പോട്ടുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെയായിരിക്കും പേടകം ഇറങ്ങുക എന്നതാണ് നാസ ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്. ഇനി സ്പ്ലാഷ് ഡൗണിന് 28 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. സുരക്ഷിതമായി പേടകം ഇറക്കുക എന്നതാണ്. ഈ പാരച്യൂട്ടുകൾ നിവർത്തി പേടകത്തിന്റെ വേഗം കുറച്ച് സുരക്ഷിതമായി കടലിലേക്ക് ഇറക്കുക എന്ന നിർണായക ഘട്ടമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റു 2 പേരും അടങ്ങിയ യാത്രാ പേടകം നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ രാവിലെ 10:30യോടെയാണ് ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം വേർപെടുത്തി ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. 17 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദീർഘമായ യാത്രയായിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ ഘട്ടം, ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ പേടകത്തിന്റെ കവാടം അടയ്ക്കുന്ന ഡോച്ചിങ് ആയിരുന്നു. അതായത് കവാടത്തിലൂടെ വായു അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ കൃത്യമായി തന്നെ അത് ക്ലോസ് ചെയ്യുക, ആ പേടകം അടയ്ക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അത് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ആ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അല്പം മുൻപാണ് ഇതിൽ ഓർബിറ്റ് ബേൺ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. 7.5 മിനിറ്റ് നീണ്ടുനിന്ന സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു അത്. വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പേടകം പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി 27 മിനിറ്റ് മാത്രമാണ് സ്പ്ലാഷ് ഡൗണിനായി ബാക്കിയുള്ളത്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം പതിക്കാൻ ബാക്കിയുള്ളത്. പാരച്യൂട്ടുകൾ ഇനി തുറക്കേണ്ടതുണ്ട്. പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഇതിന്റെ വേഗം കുറച്ചുകൊണ്ട് ഈ പേടകം കൃത്യമായി കടലിലേക്ക് പതിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടമായി, അതായത് ഈ ദൗത്യത്തിന്റെ അവസാന ഘട്ടമായി ചെയ്യാനുള്ളത് എന്നതാണ്. ഇനി 27 മിനിറ്റ് മാത്രമാണ് സ്പ്ലാഷ് ഡൗണിന് ബാക്കിയുള്ളത്. അല്പസമയത്തിനകം തന്നെ പാരച്യൂട്ടുകൾ തുറക്കും എന്നാണ് നാസ കൃത്യമായി അറിയിക്കുന്നത്. ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൃത്യമായി വളരെ സുരക്ഷിതമായി നമുക്ക് ഡ്രാഗൺ ക്രൂ പേടകം കാണാനാകുന്നുണ്ട് നാസയുടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ. അതിനകത്ത് 4 യാത്രികരും അക്ഷോഭ്യരായിരിക്കുകയാണ്. അവർക്ക് സമ്മർദ്ദങ്ങളൊന്നുമില്ല. നിർണായകമായ ഘട്ടങ്ങളെല്ലാം തന്നെ പിന്നിട്ട് കഴിഞ്ഞു. ഇനി സ്പ്ലാഷ് ഡൗണിലേക്ക് എത്തുകയാണ്. 26 മിനിറ്റ് അകലം മാത്രമാണ് ഭൂമിയുമായുള്ളത്, കടലിൽ പതിക്കുന്നതിന് വേണ്ടിയുള്ളത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 യാത്രികരും സുരക്ഷിതരായി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും ആശ്വാസകരമായ, സന്തോഷകരമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. ഈ കടലിൽ പതിച്ച ശേഷം ഈ പേടകം വീണ്ടെടുക്കുക എന്നതാണ് ഏറ്റവും ഒടുവിലായി ചെയ്യാനുള്ളത്. സൈന്യത്തിന്റെ കപ്പലുകൾ സജ്ജമായി നിൽക്കുന്നു. 2 സൈറ്റുകളാണുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെ പേടകം ഇറങ്ങും. കാലാവസ്ഥ അനുകൂലമാണ്. മഴ മാറി നിൽക്കുന്നു, മൂടൽമഞ്ഞില്ല, കാറ്റിന്റെ ഗതി അനുകൂലമാണ്, കാറ്റിന്റെ വേഗം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച സമയത്ത് കൃത്യമായി തന്നെ 3:30യോടുകൂടി ഈ ദൗത്യം പൂർത്തിയാക്കാനാകും എന്ന് തന്നെയാണ് നാസ അറിയിക്കുന്നത്. ദൗത്യം പൂർത്തിയാവുക എന്ന് പറയുന്നത് ഈ പേടകം വീണ്ടെടുത്ത് 4 യാത്രികരെയും സുരക്ഷിതരായി കരയിലേക്ക് എത്തിക്കുമ്പോൾ ആണ്. ഈ ക്യാപ്സൂൾ ഇതിൽ നിന്നും ഈ പാരച്യൂട്ടിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് നാസ അറിയിക്കുന്നു. നാസയുടെ ലൈവ് സ്ട്രീമിംഗ് നമുക്ക് ഇപ്പോഴും കാണാനാകുന്നുണ്ട്. കൺട്രോൾ റൂമിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു. ഈ പേടകത്തിന്റെ ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞർ. ഇനി 25 മിനിറ്റ് മാത്രമാണ് സ്പ്ലാഷ് ഡൗണിന് ബാക്കിയുള്ളത്. ക്രൂ വെൽക്കം ഹോം എന്ന സന്ദേശവുമായി നാസയുടെ കൗണ്ട് ഡൗൺ നമുക്ക് കാണാം. 1 മിനിറ്റും 1 മണിക്കൂറും 10 മിനിറ്റും. അത് ഈ പേടകം കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടി ചേർത്താണ്. നമുക്കറിയാവുന്നതുപോലെ 9 മാസത്തെ ബഹിരാകാശവാസം കഴിഞ്ഞുകൊണ്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളാവും അനുഭവപ്പെടുക. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ കണ്ണിനായാലും ഹൃദയത്തിനായാലും ത്വക്കിനായാലും പേശികൾക്കായാലും ശ്വാസകോശത്തിനെല്ലാം തന്നെ ഇത് സങ്കീർണമായ ഒരു സമയം തന്നെയാണ്. കാരണം ബഹിരാകാശ നിലയത്തിൽ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഗുരുത്വാകർഷണമുള്ള ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുമായി ശരീരം പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള സമയമെടുക്കും. കാലുകൾ കുഞ്ഞുങ്ങളുടേതുപോലെയായി മാറും. ബേബി ഫീറ്റ് എന്നാണ് ഇതിന് പറയുക. കാലുകൾ നിലത്ത് കുത്തുമ്പോൾ വലിയ വേദന അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ പരിചരണം നൽകേണ്ടതുണ്ട്. മാത്രമല്ല മാനസിക പിന്തുണയും നൽകേണ്ടതുണ്ട്. ഈ ഘട്ടം കടന്നു പോകുന്നതിന്, ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നതിന് അവർക്ക് സമയം നൽകേണ്ടതുണ്ട്. ഒപ്പം മാനസിക പിന്തുണ നൽകുന്നതിന് മാത്രമല്ല ചിലപ്പോൾ ഫിസിയോതെറാപ്പിയും വേണ്ടിവരും. ഏതായാലും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തയ്യാറാണ്. നേരെ വീട്ടിലേക്കല്ല അവർ പോകുന്നത്. കൃത്യമായി വിദഗ്ധ പരിശോധന നടത്തും, ആവശ്യമായ പരിചരണം നൽകും, വൈദ്യസഹായമൊക്കെ നൽകിയ ശേഷമായിരിക്കും സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെയുള്ളവർ വീടുകളിലേക്ക് മടങ്ങുക എന്നതാണ്. സായികുമാർ, ഇനി 24 മിനിറ്റ് മാത്രമാണ് സ്പ്ലാഷ് ഡൗണിന് ബാക്കിയുള്ളത്.